ഞാൻ ഡോക്ടർ വിഷ്ണു ആർ.എസ്. ഞാൻ തിരുവനന്തപുരം പട്ടം SVT ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റാണ്, വൃക്കരോഗ വിദഗ്ധനാണ്. പൊതുജനങ്ങളിൽ വൃക്കരോഗത്തെ പറ്റിയുള്ള അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ 2ാമത്തെ വ്യാഴാഴ്ച ലോക വൃക്ക ദിനമായി ആചരിക്കുന്നു. ഈ വർഷം മാർച്ച് 12-നാണ് ലോക വൃക്ക ദിനം വരുന്നത്. ഓരോ വർഷവും ലോക വൃക്ക ദിനത്തിന് ഒരു സന്ദേശം ഉണ്ടാവും. ഈ വർഷത്തെ സന്ദേശം എന്ന് പറയുന്നത് കിഡ്നി ഹെൽത്ത് ഫോർ ആൾ, കെയറിംഗ് ഫോർ പീപ്പിൾ, പ്രൊട്ടക്ട് ദ പ്ലാനറ്റ് എന്നാണ്. വൃക്കയുടെ ആരോഗ്യം എല്ലാവർക്കും, രോഗികളെയും മനുഷ്യരുടെ ക്ഷേമവും നോക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുക. ഇതിന് ഇന്നത്തെ ഒരു ഇതിൽ വളരെയധികം സാങ്കത്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിൽ 2 കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് മനുഷ്യരുടെ ക്ഷേമം നോക്കുക, അതായത് മനുഷ്യർക്ക് വൃക്കരോഗം വരാതെ സൂക്ഷിക്കുക. ഇനി അഥവാ വൃക്കരോഗം വന്നാൽ തന്നെ ആ രോഗികൾക്കുള്ള ക്ഷേമം നമ്മൾ ഉറപ്പുവരുത്തുക. രണ്ടാമത്തത് കുറച്ചും കൂടി വിശാലമായ അർത്ഥത്തിലാണ് പ്രൊട്ടക്ട് ദ പ്ലാനറ്റ്, നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുക. അതായത് വൃക്കരോഗത്തിൻ്റെ ചികിത്സകളായ ഡയാലിസിസ്, പിന്നെ മറ്റ് ഹോസ്പിറ്റൽ അഡ്മിഷൻസ്, അങ്ങനെ പല കാര്യങ്ങളിലും പല ആരോഗ്യ മാലിന്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഭൂമിയിൽ ഇന്ന് അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളുടെ തോത് കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം മാലിന്യങ്ങളുടെ തോത്, ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയും, അത്തരം മാലിന്യങ്ങളുടെ തോത് വളരെയധികം കുറയ്ക്കുക എന്നുള്ളതും അങ്ങനെ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളതും പിന്നെ 2 കാര്യങ്ങളാണ്, സാമൂഹികവും പാരിസ്ഥിതികപരമായ 2 കാര്യങ്ങളാണ് ഈ വർഷത്തെ വൃക്കദിന സന്ദേശത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ ഘടകമായ മനുഷ്യരുടെ ക്ഷേമം എങ്ങനെ സംരക്ഷിക്കാം, അതിനെ ഈ രോഗം വരാതെ സൂക്ഷിക്കുക. രോഗം പ്രധാനമായും ഉണ്ടാക്കുന്ന ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്താതിസമ്മർദ്ദം ഉണ്ടാവാതെ നോക്കുക, ശരിയായ ഭക്ഷണം കഴിക്കുക, നല്ല എക്സസൈസ് ചെയ്യുക, ബോഡി ഫിറ്റായി നോക്കുക. 1. 2, രോഗം അഥവാ ഉണ്ടെങ്കിൽ തന്നെ നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റുകൾ നേരത്തെ ചെയ്യുക, രോഗം എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക. ഇനി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ചികിത്സകൾ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഉറപ്പുവരുത്തുക. അതിനുവേണ്ടി സിറ്റികളിൽ തന്നെ പോവാതെ നാട്ടിലും ഗ്രാമപ്രദേശങ്ങളിലെല്ലാം ചികിത്സ ഉറപ്പുവരുത്തുക. ഇനി അഥവാ വൃക്കരോഗം മൂർച്ഛിച്ചു പോയാൽ ഡയാലിസിസ് തുടങ്ങിയുള്ള ചികിത്സാ സംവിധാനങ്ങൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം ഏർപ്പിക്കുക. ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ജനങ്ങൾക്ക് വളരെ കുറഞ്ഞ ചെലവിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുക. ഇങ്ങനെയാണ് മനുഷ്യരുടെയും രോഗികളുടെയും ക്ഷേമം നോക്കേണ്ടത്. ഇനി പാരിസ്ഥിതികപരമായി പോവുകയാണെങ്കിൽ ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഡയാലിസിസ് യൂണിറ്റിലൊക്കെ എത്രത്തോളം വെള്ളവും വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രോഗികൾ കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ ഇഷ്ടംപോലെ ബയോമെഡിക്കൽ വേസ്റ്റ് വരും. ഇത്തരം പല കാര്യങ്ങളുള്ളത് കൊണ്ട് നമുക്ക് ചെയ്യേണ്ടത് ഇത്തരം കൂടുതലും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുക. രോഗം നല്ലോണം ചികിത്സിക്കാനും രോഗികളെ കുറയ്ക്കാനും പറ്റുകയാണെങ്കിൽ നമുക്ക് അത്തരം അഡ്മിഷൻസും അത്തരം ബയോമെഡിക്കൽ വേസ്റ്റുകളും നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ സസ്റ്റൈനബിൾ എനർജി നമുക്ക് ഉപയോഗിക്കുക. കഴിവതും വെള്ളവും വൈദ്യുതിയും പാഴാക്കാതെ നോക്കുക. ഇങ്ങനെ ഭൂമിയെ സംരക്ഷിക്കുക. ഇങ്ങനെ വൃക്കരോഗം വരാതെ ആദ്യമേ നല്ലൊരു ശരീരവും നല്ലൊരു മനസ്സും കാത്തു സൂക്ഷിച്ച് വൃക്കരോഗം വരാതെ നോക്കുക. വൃക്കരോഗം വന്നാൽ തന്നെ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കാൻ നോക്കുക. ഇനി അഥവാ അവസാന സ്റ്റേജിലാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിനുള്ള ചികിത്സ എല്ലായിടത്തും ലഭ്യമാക്കുക. ഇതിനോടൊപ്പം വൈദ്യുതിയും വെള്ളവും എല്ലാം ആവശ്യമായ തോതിൽ മാത്രം ഉപയോഗിക്കുകയും മറ്റ് പുനരുപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചും പ്രകൃതിക്കുണ്ടാകുന്ന ഈ പ്രകൃതിക്കുണ്ടാകുന്ന ബേർഡൻ കുറയ്ക്കുക. ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കാനും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യത്തെ ലോക വൃക്കദിനം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. അങ്ങനെ ഈ വൃക്കദിനത്തിൽ ഈ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് ശ്രമിക്കാം.